എല്ലാ തവണത്തെ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ പ്രിയ സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തൂക്കിയതാര് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് അധികാരത്തിലേറിയിരിക്കുന്നു. സന്തോഷമുള്ള നിമിഷം. നമ്മുടെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ആയല്ലോ. പക്ഷേ മുഖ്യമന്ത്രി ആയപ്പോൾ അതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോവുക തന്നെ വേണം. ഇന്ന് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി അധികാരത്തിലേറുമ്പോൾ അവിടേക്ക് വന്നു കയറിയ വേറൊരു മനുഷ്യന്റെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തെ പൊന്നുപോലെ നോക്കിയ മനുഷ്യൻ നമ്മുടെ പിണറായി വിജയൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഒരു മടിയും കൂടാതെ ആ ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം സാക്ഷിയാവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു കയറിയത് നമ്മുടെ പിണറായി വിജയനാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ടു മുമ്പത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ടു മുമ്പ് നമ്മുടെ പിണറായി വിജയൻ 2ാം തവണ വീണ്ടും അധികാരത്തിലേക്ക് കയറുന്ന സമയത്ത് ഈ വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ, ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ചീഞ്ഞ രാഷ്ട്രീയം കളിച്ചായിരുന്നു. നിങ്ങളത് മറന്നു പോകരുത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മറവിയുള്ള ആൾക്കാരാണ്. പെട്ടെന്ന് ആളുകളൊക്കെ പലതും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയം ഒരു കാരണവശാലും പിണറായി വിജയൻ തുടർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ വാക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ ഉണ്ടാകും, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. എത്ര സുന്ദരമായ കാഴ്ച എന്ന് ആലോചിക്കൂ. ഇതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ അവിടെ അധികാരത്തിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് കുശുമ്പാണെന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല. അതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഒരു ജനാധിപത്യ സർക്കാരിനും നല്ലതല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയനും സഖാക്കൾക്കും കൃത്യമായിട്ട് അറിയാം. ഇനി ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരത്തിൽ കയറുമ്പോൾ ധനമന്ത്രാലയത്തിനെയും ഒപ്പം തന്നെ നമ്മുടെ കടൽ വഴിയുള്ള സംതിങ് ലൈക്ക് ഐ ഫോർഗെറ്റ് ദ നെയിം, ആ ഒരു പേര് ഞാൻ മറന്നു പോകുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിന് ചുമതല എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിമാർക്ക് അത്ര വലിയ പവറുകളൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഭ്യന്തരമാണെങ്കിൽ അത് വേറെ ആളുടെ കയ്യിലേക്ക് പോയിട്ടുണ്ട്. അത് ആർ.സിയുടെ കയ്യിലാണ്, രമേശ് ചെന്നിത്തല കയ്യിലാണ്. വി.ഡി. സതീശൻ തുടക്കം മുതലേ പറയുന്നുണ്ട്, എനിക്ക് വലിയ പോലീസ് ബന്ദോബസ്തും പോലീസുകാരുടെ ഒരു വണ്ടികളും മറ്റൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ റോഡുകൾ തടയരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മഹാബോഷ്കാണെന്നും തടയലൊക്കെ എപ്പോഴോ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതാ കണ്ടോക്ക്. ഒറ്റ മിനിറ്റ്, ആ ഒരു വോയിസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പോവുകയാണ്. എത്ര വാഹനങ്ങളാണ് ഒപ്പം ഉള്ളത്? എന്റെ പിന്നാലെ വാഹനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് വല്ലതും അവിടെ നടക്കുന്നുണ്ടാ? റോഡ് തടയരുതെന്ന് പറഞ്ഞിട്ട് റോഡ് തടയുന്നില്ലേ? അപ്പോ ഒരു മുഖ്യമന്ത്രിക്ക് ചുമതല കൊടുക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് അത് ചെയ്തു വെക്കൂ. അതല്ലാതെ ആളുകളെ കയ്യടി നേടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കണം നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. ഇനി സംഗതി അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ തന്നെ തനിക്ക് വലിയ ആഡംബര ആളുകളൊന്നും വേണ്ട, മുമ്പിലും പുറകിലും ആംബുലൻസും മറ്റു കാര്യങ്ങളും എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരാള്, ഏറ്റവും നല്ല പ്രശ്നങ്ങൾ ഒരുപക്ഷെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ആളുകൾക്കാണ്. അത് ഇവിടെ ഉള്ളത് ആഭ്യന്തരമന്ത്രിയാണ്, അത് രമേശ് ചെന്നിത്തലയാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സുരക്ഷ ആവശ്യമുള്ള ഒരാളായിട്ട് രമേശ് ചെന്നിത്തല മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിന്റെ തലയായിരിക്കും. പോലീസിൽ നിന്ന് എന്തു വന്നൊക്കെയായാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ ഉത്തരം പറയേണ്ടതും അതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഏറ്റവും കൂടുതലും വേണ്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 100% അത് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ്. അപ്പൊ വി.ഡി. സതീശൻ പറഞ്ഞൊക്കെ ഏകദേശം കൃത്യമായിട്ട് മാറുന്നു. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ ഒരു ബന്ദോബസ്തുകളൊക്കെ വേണ്ടത്
ഇത്തരം ആളുകൾക്കൊക്കെ തന്നെയാണ്. ഇനി ചില സൗന്ദര്യമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചിലതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ദൃശ്യം കാണാം. ശ്രീ ഉമാ തോമസ് വന്നിട്ട് പിണറായി വിജയന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ കൂപ്പിയിരിക്കുന്ന, അദ്ദേഹത്തിന്റെ കൈകൾ തൊട്ടുകൊണ്ട് ആശ്ലേഷിക്കാനുള്ള ഭാവേന നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വൈ ഇറ്റ് ഈസ് സോ? മൈ ക്വസ്റ്റ്യൻ ഈസ് വൈ ഇറ്റ് ഈസ് സോ? എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവർക്ക് ഈ ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിലാണ് ഒരു അപകടം ഉണ്ടാകുന്നതും ആ അപകടം ഉണ്ടായ സമയത്ത് സഡനായിട്ട് ആവശ്യമാവുന്ന എല്ലാ ചികിത്സവും ലഭ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയ ആളുകളിൽ ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ളതും തന്നെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരാൾ എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഒരു വലിയ മുതിർന്ന കാരണവരെ പോലൊക്കെയാണ് VD സതീശനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സുഹൃത്തുക്കളെ. ഇനിയും കാണണം നിങ്ങൾ. ഒരുപക്ഷെ എനിക്ക് തോന്നിപ്പോകുന്നത് ഭരണപക്ഷത്തുള്ള ആരും VD സതീശൻ അവിടേക്ക് വരുമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ വരവിനെ ഒരു വലിയ അത്ഭുതത്തോടു കൂടിയിട്ടാണ് അവിടെയുള്ള ആളുകളൊക്കെ കാണുന്നത്. സ്റ്റേജില് BJP MLA-മാർ അടക്കമുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ ഒരു സുന്ദരമായിട്ടൊരു കാഴ്ചയാണ്. അവിടേക്കാണ് പ്രതിപക്ഷ നേതാവ് ഒരു മടിയും കൂടാതെ അവിടേക്ക് കടന്നു വരുന്നത്. ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. ചില ആളുകളൊക്കെ കൂക്കി വിളിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടാവുന്നുണ്ട്. അത് അവരുടെ സംസ്കാരം എന്നൊക്കെ മാത്രമേ ആ കൂക്കി വിളിച്ച കോൺഗ്രസ്സുകാരുടെ ചീഞ്ഞഴിഞ്ഞ രാഷ്ട്രീയ സംസ്കാരം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം തൊട്ടപ്പുറത്ത് VD സതീശനടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ കൂക്കി വിളിച്ചൊന്ന് കേൾക്കാം. VD സതീശന് അടക്കമുള്ള ആളുകളൊക്കെ വളരെ ബഹുമാനത്തോടെ ഇദ്ദേഹത്തെ നോക്കി കാണുമ്പോഴാണ് ചില ആളുകൾ അപ്പുറത്തിരുന്നിട്ടൊക്കെ കൂക്കി വിളിക്കുന്നൊക്കെ. ഇനി VD സതീശൻ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരു കാഴ്ച വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മര്യാദയൊന്നും വേണ്ട. ഒപ്പം തന്നെ പിണറായി വിജയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ഗാന്ധിമാർക്കാണ്. എന്തായാലും ഇതൊക്കെ അവിടെ നടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ചില ആളുകളൊക്കെ കൂക്കി വിളിക്കുന്നത്. അതെന്ത് തരം രാഷ്ട്രീയമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായാലും ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഞങ്ങൾക്ക് അത്തരം വിഷയങ്ങളൊന്നുമില്ല, ജനാധിപത്യപരമായിട്ടുള്ള ഭരണമാണ് മുന്നോട്ട് പോകേണ്ടത്, അതിനുള്ള എല്ലാ സഹായ സഹകരണവും ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകും എന്നൊരു പ്രഖ്യാപനവുമായിട്ട് പിണറായി വിജയൻ അവിടേക്ക് വരികയും ആ ചടങ്ങിൽ ആദ്യാവസാനം വരെ പങ്കെടുക്കുകയും ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചടങ്ങിനെ അല്പമെങ്കിലും അതിനെ തന്റെ കൈകളിലേക്ക് എടുത്തത് ഒരു സംശയമില്ലാതെ അത് പിണറായി വിജയൻ തന്നെയാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും സുന്ദരമായ കാഴ്ചകൾ കണ്ടതുകൊണ്ട്, അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ബൈ.